മൂന്നാമത്തെ കാര്യം, അപ്രകാരം ഏറ്റവും കടുത്ത അപകടം നിറഞ്ഞ വിഷയം വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ എന്നതാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കുകയുണ്ടായി. അൻ തഖൂലു അലല്ലാഹ്, അള്ളാഹുവിൻ്റെ മേൽ നിങ്ങൾ പറയലാണ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശം അൻ തക്ദീബു അലല്ലാഹ്, അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങൾ കളവ് പറയലാണ്. അൻ തഫ്തറു അലല്ലാഹ്, അള്ളാഹുവിൻ്റെ പേരിൽ വ്യാജം ചമച്ച് പറയലാണ് എന്നൊക്കെയാണ് നമ്മൾ അർത്ഥം മനസ്സിലാക്കുകയുണ്ടായത്. ഖാല അല അല്ലെങ്കിൽ യഖൂലു അല, അൽ ഖൗലു അല, ഇങ്ങനെ പ്രയോഗം വന്നാൽ കളവ് പറയുക, വ്യാജം പടച്ചുണ്ടാക്കി അത് ആരോപിക്കുക എന്ന അർത്ഥത്തിലാണ് അപ്പോൾ ഈ ക്രിയ വരിക. ഭാഷയിലും പ്രമാണവചനങ്ങളിലും ഈ പ്രയോഗം ധാരാളമായി നമുക്ക് കാണാൻ സാധിക്കും. അബ്ദുള്ള ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു തൻ്റെ പിതാവ് അസുബൈർ ഇബ്നുൽ അവ്വാം ഹവാരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ പറയുന്നുണ്ട്, ഉപ്പ, തിരുദൂതരിൽ നിന്ന് നിങ്ങൾ എനിക്ക് ഹദീസ് ഓതി തന്നാലും നിങ്ങളിൽ നിന്ന് എനിക്ക് ആ ഹദീസുകൾ മറ്റുള്ളവരോട് ഉദ്ധരിക്കാനാണ്. കാരണം എല്ലാ പിതാക്കന്മാരിൽ നിന്നും സഹാബികളുടെ മക്കൾ ഇങ്ങനെ ഹദീസ് പറയുന്നുണ്ട്. അപ്പോൾ ഉപ്പയിൽ നിന്ന് എനിക്കും ഹദീസുകൾ ഉദ്ധരിക്കണം, അതിന് എന്നോട് നിങ്ങൾ ഹദീസുകൾ ഓതിയാലും എന്നാണ് അബ്ദുള്ള ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹുമ പറയുന്നത്. അപ്പോൾ ഉപ്പ സുബൈർ ഇബ്നുൽ അവ്വാം മകനോട് പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ തിരുദൂതരോട് ആരൊക്കെ സഹവസിച്ചിട്ടുണ്ടോ അവരെപ്പോലെ അല്ലെങ്കിൽ അവരെക്കാൾ ശ്രേഷ്ഠമായി ഞാൻ സഹവസിച്ചിട്ടുണ്ട്. എന്നിട്ട് ഉപ്പ സുബൈർ ഇബ്നുൽ അവ്വാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അദ്ദേഹം കടപ്പെട്ടതും അദ്ദേഹത്തിനുള്ള ബന്ധവും അടുപ്പവും അറിയിക്കുന്ന കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ മകൻ അബ്ദുള്ളയോട് പറയുകയാണ്, നിന്റെ ഉമ്മ അസ്മാ ബിന്ത് അബീ ബക്കർ എൻ്റെ ഭാര്യയാണ്, ആയിഷ ബിന്ത് അബീ ബക്കർ നിന്റെ മാതൃ സഹോദരിയാണ്, എൻ്റെ ഉമ്മ സഫിയത്ത് ബിന്ത് അബ്ദുൽ മുത്തലിബാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അമ്മായി. ആയിഷ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യ, അസ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയുടെ സഹോദരിയാണ്, സുബൈർ ഇബ്നുൽ അവ്വാമിൻ്റെ ഭാര്യയാണ്. തീർന്നില്ല, അദ്ദേഹം പറയുകയാണ്, എൻ്റെ അമ്മാവന്മാർ ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബും അബൂ താലിബും അബ്ബാസുമാണ്, സഫിയ റളിയല്ലാഹു തആല അൻഹയുടെ സഹോദരന്മാർ. പിന്നെ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു ഖാലി, എൻ്റെ അമ്മാവൻ്റെ മകനാണ്, സഫിയ റളിയല്ലാഹു തആല അൻഹയുടെ സഹോദരനാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പ അബ്ദുള്ള, അതാണ് പറയുന്നത്. പിന്നെ സുബൈർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എൻ്റെ അമ്മായി ഖദീജ ബിന്ത് ഖുവൈലിദാണ്. ഈ ഖദീജ ബിന്ത് ഖുവൈലിദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയാണ്. എങ്ങനെയാണ് സുബൈർ എന്നവരുടെ അമ്മായി ആകുന്നത്? സുബൈർ ഇബ്നുൽ അവ്വാം ഇബ്നുൽ ഖുവൈലിദാണ്. അല്ല, അവ്വാം ഇബ്നു ഖുവൈലിദും ഖദീജ ബിന്ത് ഖുവൈലിദും സഹോദരങ്ങളാണ്. അപ്പോൾ സുബൈർ ഇബ്നുൽ അവ്വാമിൻ്റെ അമ്മായിയാണ് ഖദീജ റളിയല്ലാഹു തആല അൻഹ. പിന്നെ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ പുത്രി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളാണ്. പിന്നെ അദ്ദേഹം പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മയെക്കുറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മ ആമിന ബിന്ത് വഹബ് ഇബ്നു അബ്ദി മനാഫ് ഇബ്നു സുഹ്റയാണ്. ഈ ആമിന ബിന്ത് വഹബിൻ്റെ സഹോദരി ഹാല ബിന്ത് വഹബ്, അവരാണ്, ഹാലയാണ് സുബൈർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അമ്മായിയായ സഫിയയുടെയും അമ്മാവനായ ഹംസയുടെയും ഉമ്മ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മ ആമിനയുടെ സഹോദരി ഹാല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുഞ്ഞാമ അല്ലെങ്കിൽ മാതൃ സഹോദരി സഫിയയുടെയും ഹംസയുടെയും ഉമ്മയാണ്. എന്നിട്ട് അവസാനം പറയുന്നത് വലഖദ് സഹിബ്തുഹു ബി അഹ്സനി സുഹ്ബത്തിൻ വൽഹംദുലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞാൻ ഏറ്റവും നല്ല നിലയിലാണ് സഹചാരിയായി വർത്തിച്ചിട്ടുള്ളത്. കാരണം ഇത്രയും ബന്ധങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബന്ധം വിളക്കാനും തിരുനബിയുടെ സഹചാരിയാകാനും തനിക്കുണ്ട് എന്നാണ് സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ട് കൂടുതൽ ഹദീസുകൾ പറയുന്നില്ല? വലഖദ് സമീഅതുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മൻ ഖാല അലയ്യ മാ ലം അഖുൽ ഫലിയതബവ്വ മഖ്അദഹു മിനന്നാർ, ഞാൻ പറഞ്ഞിട്ടില്ലാത്തത് എൻ്റെ മേൽ കളവായി വല്ലവരും പറഞ്ഞാൽ അവൻ അവൻ്റെ ഇരിപ്പിടം നരകത്തിലൊരുക്കട്ടെ എന്ന്. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. ഇവിടെ മൻ ഖാല അലയ്യ എന്ന് പറഞ്ഞാൽ എൻ്റെ മേൽ കളവ് പറഞ്ഞാൽ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് മനസ്സിലാക്കാനാണ് ഞാൻ ഈ ഒരു സംഭവത്തെ ഇവിടെ ഉദ്ധരിച്ചത്. ഇങ്ങനെ പ്രയോഗങ്ങൾ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്ന മിൻ അഅ്ദമിൽ ഫിറ, ഏറ്റവും കൊടിയ പാതകം, കുറ്റം ഏതാ? അവ എണ്ണിയപ്പോൾ അതിൽ ഒന്ന് ഔ യഖൂല അലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ ലം യഖുൽ, യഖൂല അലാ റസൂലില്ലാഹ് മാ ലം യഖുൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ലാത്തത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കളവ് പറയലാണ്. അവിടെ യഖൂലു അലാ റസൂലില്ല എന്നാണ്, കളവ് പറയുക എന്നാണ് അതിൻ്റെ അർത്ഥം. യക്ദിബു അലാ റസൂലില്ല എന്ന ആശയത്തിൽ അർത്ഥത്തിലാണ് ഈ പ്രയോഗം. സഹാബികൾ ഈ രണ്ട് പ്രയോഗവും നടത്തിയത് നമ്മൾ ഹദീസുകളിൽ വായിക്കും. യഖൂലു അലാ റസൂലില്ല, അതേപോലെ യക്ദിബു അലാ റസൂലില്ല, ഇങ്ങനെ പ്രയോഗം.